ഹലോ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അത്രയ്ക്കും ഷുവർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ തരും, എന്നിട്ട് നമ്മളോട് പറയും ഈ രോഗം ഏതാണെന്ന് തിരിച്ചറിയാം അല്ലേ. ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ എൻ്റെ മക്കൾ എല്ലാവരും കണ്ണും മൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്ന മിസ്സിന് അറിയാം. ഇങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ RBC അല്ലേ, ഇങ്ങനെ വട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ RBC അരുണ രക്താണുക്കൾ എന്തായി, ഇങ്ങനെ അരിവാള് പോലെ വളഞ്ഞു അല്ലേ. ഇത് ഏതാണ് ഈ രോഗം എന്നാണ് നമ്മളോട് ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്നത്. ചിത്രം നോക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പം നമ്മളോട് ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ രോഗം തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞോ, എന്താണ്, അരിവാള് പോലെ വളഞ്ഞ അസുഖം. അപ്പം സിക്കിൾ ഷേപ്പായി മാറി. ഇതെന്താണ്, നമ്മുടെ സെൽസ് സിക്കിൾ ഷേപ്പായി അരിവാൾ രൂപത്തിലായി അല്ലേ. അപ്പോൾ ഈ അസുഖത്തിൻ്റെ പേരും അതുതന്നെയാണ്, സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ. ഒന്നെങ്കിൽ നമുക്കിതിനെ സിക്കിൾ സെൽ അനീമിയ എന്ന് തന്നെ എഴുതാം മലയാളത്തിൽ, സിക്കിൾ സെൽ അനീമിയ, അല്ലെങ്കിൽ നമുക്ക് അരിവാൾ രോഗം എന്നും എഴുതാം. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ മക്കൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എന്താണ്, വൈ ഡു ദ ഷേപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ചേഞ്ച്? അരുണ രക്താണുക്കൾക്ക് രൂപമാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം ഇതെന്താണ്, ഇതൊരു ജനിതക രോഗമാണ് അല്ല, ഇതൊരു ജനിതക രോഗം ആണ്, അല്ലെങ്കിൽ ഇതൊരു ജനറ്റിക് ഡിസീസാണ് എന്ന് നമുക്കറിയാം. അപ്പം ജീനിലെ തകരാറാണ് പ്രശ്നക്കാരൻ അല്ലേ. നമുക്കറിയാം ഓരോ ജീനുകളാണ് ഓരോ പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ഓരോ ജീൻസാണ് ആവശ്യം വേണ്ട പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. അപ്പം ജീനിലെ തകരാറ്, ജീൻ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അമിനോ ആസിഡുകളുടെ ആ ഒരു സീക്വൻസിങ് പാറ്റേൺ മാറും, അമിനോ ആസിഡുകളുടെ ക്രമീകരണം മാറും. ഇപ്പോൾ നോക്കിക്കേ മക്കളെ, ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത് കറക്റ്റ് ജീനാണ് ഇവിടെ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, നോർമലായിട്ടുള്ള ഒരാളിൽ, ഒരു സാധാരണ സിക്കിൾ സെല്ല് അനീമിയ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ജീൻ എന്തുണ്ടാക്കും, കറക്റ്റ് അമിനോ ആസിഡുകൾ ഉണ്ടാക്കും. ഇതേ ക്രമീകരണത്തിന് നമ്മുടെ അമിനോ ആസിഡുകൾ വന്നാൽ നമ്മുടെ RBC എന്തായി, വട്ടത്തിലല്ലേ, ഒരു ബൈകോൺകേവ് ഷേപ്പ്, ഒരു ഡിസ്ക് ഷേപ്പായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്താ പറ്റിയത്, ജീൻ തകരാറിലായപ്പോൾ ഈ ഒരു അമിനോ ആസിഡിൽ എന്ത് പറ്റി, ക്രമീകരണം മാറി. ഇവിടെ വരേണ്ട അമിനോ ആസിഡ് ഇവിടെയായി. അപ്പോൾ എന്താ പറ്റിയത്, നമ്മുടെ RBCയുടെ ഷേപ്പ്, അരുണ രക്താണുക്കളുടെ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറി. അപ്പം ജീനിലെ തകരാറ് കാരണം അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ വൈകല്യം ഉണ്ടായി. കണ്ടോ, അമിനോ ആസിഡുകളുടെ അറേഞ്ച്മെൻറ്റ്, ഇങ്ങനെ വരേണ്ട അമിനോ ആസിഡുകൾ എന്തായി, ഇങ്ങനെയായി. അപ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലേ, ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡിനാണ് തകരാറ് വന്നത് അല്ല, അവരുടെ ക്രമീകരണം മാറിയത്. അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നു, RBC അരുണ രക്താണുക്കൾ അരിവാള് പോലെ വളയുന്നു. അതാണ് എങ്ങനെയാണ് ഈ രോഗം സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ. എന്താണ് നമ്മൾ പറയേണ്ടത്, ദ ഡിഫെക്റ്റ് ഇൻ ജീനുകളിലെ വൈകല്യം എന്തിന് കാരണമാവാണ്, കോസ് ദ ഡിഫോമിറ്റി ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്, അമിനോ ആസിഡുകളുടെ ക്രമീകരണം. മിസ് നേരത്തെ വരച്ചു അല്ലേ, ഇങ്ങനെ 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 വരേണ്ട അമിനോ ആസിഡുകളുടെ ക്രമീകരണം മാറി. ഇതിൻ്റെ ഇടയിൽ എന്ത് വന്നു, ഒരു വലിയൊരു സാധനം വന്നു. ഈ ഒരു സാധനം, ഇവിടെ വരേണ്ട സാധനം ഇപ്പുറത്തായി, ക്രമീകരണം മാറി. അങ്ങനെ ക്രമീകരണത്തിൽ വ്യത്യാസം വന്നപ്പോൾ എന്താ പറ്റിയത്, നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഘടനയിൽ മാറ്റം വന്നു. ഇങ്ങനെ ഇരിക്കേണ്ട ഹീമോഗ്ലോബിൻ ഇങ്ങനെയായി. അപ്പോൾ നമ്മുടെ അരുണ രക്താണുക്കൾ, ഇങ്ങനെയുള്ള അരുണ രക്താണുക്കൾ ഇങ്ങനെ അരിവാള് പോലെ വളഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിഫെക്റ്റ് ഇൻ ദ ജീൻ കോസ് ഡിഫോമിറ്റി ഇൻ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ് വിച്ച് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ വൈകല്യം ഉണ്ടാവുകയാണ് ജീനിലെ തകരാറ് കാരണം. അതാണ് നമ്മുടെ RBC ഇങ്ങനെ അരിവാള് പോലെ വളയാനുള്ള കാരണം. കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമുക്കിത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഡസ് ദ ഡിഫോമിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ് എഫക്റ്റ് അവർ ബോഡി? നമ്മുടെ അരുണ രക്താണുക്കൾക്കുണ്ടായ ഈ രൂപമാറ്റം, അരുണ രക്താണുക്കൾ എന്തായി, ഇങ്ങനെ അരിവാള് പോലെ വളഞ്ഞു. ഈ രൂപമാറ്റം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക, ഒരു സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരാളെ ഇതെങ്ങനെയാണ് ബാധിക്കുക? അപ്പം നമ്മളിതേ നോക്കാമല്ലോ. സാധാരണ രൂപത്തിലാണെങ്കിൽ നമ്മുടെ അരുണ രക്താണുക്കൾ, ഇത് നമ്മുടെ RBC ആണ്. RBC നല്ല സുഖമായിട്ട് ഒഴുകി പോകുമായിരുന്നു. പക്ഷെ ഇങ്ങനെ അരിവാൾ രൂപത്തിലായപ്പോൾ ഇത് നമ്മുടെ രക്തലോമികകളിൽ, ബ്ലഡ് കാപ്പിലറീസിൽ പോയിട്ട് അടിഞ്ഞുകൂടി അവിടെ എന്താകും, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും, രക്തം കട്ട പിടിക്കാൻ കാരണമാകും. ഒന്ന് അതാണ്, അരിവാൾ രൂപത്തിലുള്ള സിക്കിൾ ഷേപ്ഡ് RBC കളക്ട് ഇൻ ദ ബ്ലഡ് വെസൽസ്, കളക്ട് ഇൻ ദ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ്
എന്തുണ്ടാവും? ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും. ഇപ്പോൾ രക്തത്തിന് ഇതിൽ ഒഴുകാൻ വേണ്ടി പറ്റില്ല. ഇതിലൂടെ സുഖമായിട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകുമായിരുന്നു, പക്ഷെ ഇവിടെ രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും. രണ്ടാമത്, ഇങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ RBCക്ക് 4 ഓക്സിജൻ മോളിക്യൂൾസിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ ആയപ്പോഴോ നമ്മുടെ സിക്കിൾ ഷേപ്പ് ആയപ്പോൾ എന്താ പറ്റിയത്? 2 എണ്ണത്തിനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഓക്സിജൻ സംവഹന ശേഷി കുറയും, ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. എന്താണ്? ഡിക്രീസ് ഇറ്റ്സ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി, ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നു. രണ്ടാമത്, സിക്കിൾ ഷേപ്ഡ് RBC കളക്റ്റഡ് ഇൻ ദ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ബ്ലോക്ക് ദ ബ്ലഡ് ഫ്ലോ. രക്തക്കുഴലുകളിൽ ഈ അരിവാൾ രൂപത്തിലുള്ള RBC അരുണ രക്താണുക്കൾ അടിഞ്ഞുകൂടി രക്തത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. സിമ്പിളായിട്ട് എൻ്റെ മക്കൾക്ക് ഇവിടെ 3 മാർക്സ് കിട്ടിയോ? ഈ ഒരു കാര്യം നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 3 മാർക്സ്. രോഗമേത്, എന്താണ് കാരണം, എന്താണ് ആ പേഷ്യൻറ്റിന് ഉണ്ടാകുന്ന പ്രശ്നം. ഓക്സിജൻ സംവഹനശേഷി കുറയും, രക്ത ഒഴുക്ക് തടസ്സപ്പെടും, ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവും. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ 3 മാർക്ക് എൻ്റെ മക്കൾക്ക് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം. ആൻഡ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.